ലൈക്ക് എ ഫ്ലോയിങ് റിവർ, നദി പോലെ ഒഴുകുക എന്നുള്ള പൗലോ കൊയ്ലോയുടെ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം സന്തോഷവതിയായ ഒരു അമ്മൂമ്മയെ പരിചയപ്പെട്ട കഥ എഴുതിയിരിക്കുന്നു. ആ അമ്മൂമ്മ വളരെ സന്തോഷവതിയായിരുന്നു. അപ്പോൾ അമ്മൂമ്മ ഈ പൗലോ കൊയ്ലോയെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു വൈകുന്നേരമായപ്പോൾ പൗലോ കൊയ്ലോ ആ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. അമ്മൂമ്മയോട് ചോദിക്കുന്നു, അമ്മ അങ്ങ് എല്ലായ്പ്പോഴും സന്തോഷവതിയാണല്ലോ, ആ സന്തോഷത്തിൻ്റെ രഹസ്യം മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ അമ്മൂമ്മ ഒരു ചെറിയ ഒരു കലണ്ടർ എടുത്തു. കലണ്ടർ എടുത്തപ്പോൾ ഓരോ ദിവസത്തെയും ഒരുപാട് കാര്യങ്ങൾ ആ കലണ്ടറിൻ്റെ ഓരോ ദിവസവും കുനുകുനാ കുറിച്ചിട്ടുണ്ട്. പൗലോ കൊയ്ലോ ആ കലണ്ടർ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഓരോ ദിവസവും ഓരോരുത്തരുടെ ജന്മദിനവും ഓരോരുത്തരുടെ വിവാഹ വാർഷികവും അങ്ങനെ പല കാര്യങ്ങളും കുറിച്ചിരിക്കുന്നു. എൻ്റെ അമ്മൂമ്മ പറഞ്ഞു, ഇത് ഞാനിങ്ങനെ കുറിച്ച് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഓരോ ദിവസവും ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും, ചിലപ്പോൾ ഇന്നൊരാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ ആ അദ്ദേഹത്തിന് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കി അയൽവാസിയോ അടുത്തുള്ളവരാണെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കി അവർക്ക് കൊണ്ട് കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല മനുഷ്യരുണ്ടാവും. എനിക്ക് വൈകിട്ടാവുന്നതിനോടകം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ജേണൽ പോലെ സൂക്ഷിക്കുകയാണ്. കലണ്ടറിൻ്റെ ഓരോ ദിവസവും എന്തെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡിനുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ ആരുടെയെങ്കിലും വിവാഹ വാർഷികമോ അങ്ങനെ പലതും കാണും. അങ്ങനെ ഈ കലണ്ടർ മൊത്തം ഇങ്ങനെ കുറിച്ചിട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുമെന്ന് പൗലോ കൊയ്ലോട് പറയുണ്ടായി. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം റിലേഷൻഷിപ്പുകളിൽ നിന്നാണ്. ഹാപ്പി ഹോർമോൺസായ ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഡോപ്പമിൻ ഇതെല്ലാം ഒരു ബ്രെയിൻ കെമിക്കലാണ്. നമ്മുടെ നല്ല ബന്ധങ്ങളും നല്ല അംഗീകാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനുഷ്യ മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നത്. അല്ലെങ്കിൽ വിഷാദത്തിലേക്ക് ചാഞ്ഞു പോകാനുള്ള ഒരുപാട് ചാൻസ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. സന്തോഷകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം ചെലവഴിക്കുമ്പോൾ സന്തോഷം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ നിറയുന്നതാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ധനമുണ്ടാകുന്നതുകൊണ്ടോ അംഗീകാരം ഉണ്ടാകുന്നതുകൊണ്ടോ അധികാരം ഉണ്ടാകുന്നതുകൊണ്ടോ ഒക്കെ താൽക്കാലികമായ സുഖങ്ങൾ നമുക്ക് ലഭിക്കുമെങ്കിലും നിലനിൽക്കുന്നതായ സന്തോഷങ്ങൾ പലപ്പോഴും ലഭിക്കുന്ന ഇത്തരം ചെറിയ ചെറിയ ബിറ്റ് ആൻഡ് പീസസ് പോലെ മറ്റുള്ളവരെ കരുതുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ്. സന്തോഷത്തിൻ്റെ സൂചിക പലപ്പോഴും ഇങ്ങനെയുള്ള മനുഷ്യബന്ധങ്ങളിലാണെന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പല റിസർച്ചുകളും തെളിയിച്ചിട്ടുണ്ട്. 1938 മുതൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റിസർച്ച് നടത്തി വരുന്നുണ്ട്. അതിങ്ങനെ നീണ്ട കാലമായിട്ട് ഇപ്പോഴും ആ റിസർച്ച് നടത്തി വരുന്നുണ്ട്. സമൂഹത്തിലെ അന്ന് ഹാർവാർഡിൽ നിന്ന് പാസ്സാക്കി 1938 ഹാർവാർഡിൽ നിന്ന് പാസ്സായ വിദ്യാർത്ഥികളെ സ്ഥിരമായി വീക്ഷിച്ചുകൊണ്ട് അവരെയും കൂടെ പങ്കാളികളാക്കിക്കൊണ്ടാണ് റിസർച്ച് നടന്നു വരുന്നത്. സന്തോഷത്തിൻ്റെ സൂചികൾ പലപ്പോഴും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലും കണ്ടെത്തിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നിഷ്കാമകർമ്മം ചെയ്യുമ്പോഴാണ് സന്തോഷത്തിൻ്റെ സൂചികൾ ഉണ്ടാകുന്നത്. മനുഷ്യ ബന്ധങ്ങളിലെ നല്ല അടിയുറച്ച വിശ്വാസം, നല്ല കുടുംബങ്ങളിൽ പിറക്കുന്ന കുട്ടികൾക്ക് നല്ല സന്തോഷം, അങ്ങനെ പല കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് പോകുന്നത്. ഈ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ അമ്മൂമ്മയുടെ സന്തോഷം നമുക്ക് ഓരോരുത്തർ